ഹലോ ഫ്രണ്ട്സ്, +2 ബയോളജിയിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അത് നമ്മുടെ സിലബസിൻ്റെ അപ്ഡേഷൻ വന്നതോടുകൂടി അത് നമ്മുടെ സിലബസിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. ഇനി നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൻ്റെ ശേഷം നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഉണ്ട്, ദെൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഉണ്ട്. ഈ 3 ചാപ്റ്ററും റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ജെനറ്റിക്സിലേക്ക് പോവാം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ആൻജിയോസ്പേംസിൻ്റെ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഫ്ലവർ ആണല്ലോ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിലെ. അപ്പോൾ ഫ്ലവറിനെ കുറിച്ചും ഫ്ലവറിൻ്റെ വ്യത്യസ്ത പാർട്സുകളെ കുറിച്ചും നമ്മൾ മോർഫോളജി എന്ന ചാപ്റ്ററിൽ ഓൾറെഡി ഫ്ലവറിനെ കുറിച്ച് പറയുന്നുണ്ട്. എങ്കിലും ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. പിന്നീട് നമുക്ക് ആന്തറിലേക്കും അതുപോലെ മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുന്ന മൈക്രോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താ പറയുക ആ ഒരു പ്രോസസ്സിലേക്കും നമുക്ക് പോവാം. ഓക്കെ, ഞാനിവിടെ ഒരു പ്ലാന്റിൻ്റെ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം പ്ലാന്റിൽ പ്രധാനമായിട്ടും ബ്രോഡറായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 2 പാർട്ടാണുള്ളത്. ഒന്ന് അണ്ടർഗ്രൗണ്ട് പാർട്ട്. സാധാരണ ഒരു ജനറൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ 2 പാർട്ടാണുള്ളത്. ഒന്ന് അണ്ടർഗ്രൗണ്ട് റൂട്ട് സിസ്റ്റം, അല്ലേ? റൂട്ട് സിസ്റ്റം, താഴെയുള്ള മണ്ണിന് താഴെയുള്ള റൂട്ട് സിസ്റ്റം. അതുപോലെ തന്നെ മറ്റൊന്ന് ഷൂട്ട് സിസ്റ്റം, അല്ലേ? ഷൂട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ സോയിലിന് മുകളിലുള്ളത്. അപ്പോൾ അതിൽ സോയിലിന് മുകളിലുള്ള ഷൂട്ട് സിസ്റ്റത്തിൽ നമുക്ക് സ്റ്റെമ്മുണ്ട്, സ്റ്റെമ്മിൽ തന്നെ നോഡ്സ് ഉണ്ട്, അതുപോലെ ഇന്റർനോഡ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആരാണുള്ളത്? ലീഫ് ഉണ്ട്. പിന്നെ ആരാണുള്ളത്? ഫ്ലവർ ഉണ്ട്, അല്ലേ? ഫ്ലവർ പിന്നീട് ഫ്രൂട്ടും അതുപോലെ സീഡും ഒക്കെ ആയി മാറുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതാണൊരു ടിപ്പിക്കൽ ആൻജിയോസ്പെർമിക് പ്ലാന്റിൻ്റെ ഒരു സ്ട്രക്ചർ, അല്ലേ? അപ്പോൾ ഇതിൽ ഫ്ലവറാണ് നമ്മുടെ റീപ്രൊഡക്ഷനിൽ പങ്കെടുക്കുന്നത്, അല്ലേ? ഫ്ലവറിൻ്റെ പാർട്സിലാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലാന്റിൻ്റെ പാർട്സിനെ ടോട്ടലായിട്ട് വെജിറ്റേറ്റീവ് പാർട്സ് എന്നും അതുപോലെ റീപ്രൊഡക്റ്റീവ് പാർട്സ് എന്നും വേണമെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളെ ഏരിയ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഫ്ലവറിനെ കുറിച്ചും ഫ്ലവറിൻ്റെ പാർട്സിനെ കുറിച്ചും റീപ്രൊഡക്ഷനെ കുറിച്ചും ആയതുകൊണ്ട് നമുക്ക് ഫ്ലവറിനെ കുറിച്ച് മനസ്സിലാക്കാം, അല്ലേ? ഫ്ലവറിൽ എന്തൊക്കെയാണുള്ളത്? ഫ്ലവറിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗം, അതായത് ഫ്ലവറിൻ്റെ പാർട്സ് നമ്മൾ ഫ്ലോറൽ പാർട്സ് എന്നാണ് പറയുക, അല്ലെങ്കിൽ നമുക്ക് വേൾഡ്സ് ഓഫ് എ ഫ്ലവർ എന്ന് പറയാം. ശരിക്കും ഷൂട്ട് മോഡിഫൈ ചെയ്തിട്ട്, ഷൂട്ട് കണ്ടൻസ് ചെയ്തിട്ട് അതിൻ്റെ നോഡ്സ് മൊത്തം ഒരുമിച്ച് വന്ന്, അതായത് ഇൻ്റർനോഡ്സിൻ്റെ ഡിസ്റ്റൻസ് കുറഞ്ഞ്, ഞാനിപ്പോൾ ഒരു സ്റ്റെമ്മിൻ്റെ പിക്ചർ റഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് 2 നോഡ്സ്. അതുപോലെ ഈ ഒരു സ്പേസിനെയാണ് നമ്മൾ ഇൻ്റർനോഡ് എന്ന് പറയാം, അല്ലേ? അപ്പോൾ ഈ 2 നോഡ്സും ഒരുമിച്ച് വരികയാണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ആ രൂപത്തിലാണ് ഫ്ലവർ ഉണ്ടായിട്ടുള്ളത്. അതായത് നോഡ്സ് എല്ലാം കണ്ടൻസ് ചെയ്തിട്ട് ഒരുമിച്ച് നിന്നിട്ട് ആ നോഡ്സിൽ നിന്നാണ് എന്ത് വരുന്നത്? ഫ്ലോറൽ വേൾഡ്സ് വരുന്നത്. പ്രധാനമായും 4 വേൾഡ്സ് ആണ് ഫ്ലവറിലുള്ളത്. ഏതൊക്കെയാണ്? കാലിക്സ്, കൊറോള, അതുപോലെ ഗൈനീഷ്യം ആൻഡ് ആൻഡ്രീഷ്യം, അല്ലേ? ഇങ്ങനെ 4 വേൾഡ്സ് വെച്ചിട്ടാണ് ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പം അതിൽ എല്ലാ പാർട്സും, ഫ്ലോറൽ പാർട്സും ഞാൻ നേരത്തെ പറഞ്ഞു മോഡിഫൈഡ് ഷൂട്ടാണ്, കണ്ടൻസ്ഡ് മോഡിഫൈഡ് ഷൂട്ടാണ് ഫ്ലവർ. സ്റ്റെമ്മിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഷൂട്ടിലുണ്ടായിരുന്ന ഇന്റർനോഡ്സിൻ്റെ ഡിസ്റ്റൻസ് കുറഞ്ഞിട്ട് എല്ലാ നോഡ്സും അടുത്ത് വന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? അതിൻ്റെ മോഡിഫിക്കേഷൻ നടന്നിട്ടാണ് നമ്മുടെ ഫ്ലവർ ഉണ്ടായിട്ടുള്ളത്. ഫ്ലവറിൻ്റെ പ്രധാനപ്പെട്ട 4 വേൾഡ്സ് ആണുള്ളത്, അല്ലേ? കാലിക്സ് എന്ന് പറയുന്ന വേള്, അതുപോലെ കൊറോള എന്ന് പറയുന്ന വേള്. കാലിക്സ് ആണ് ഏറ്റവും പുറത്തുള്ളത്, അല്ലേ? ഈ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു വേളിനെയാണ് നമ്മൾ കാലിക്സ് എന്ന് പറയാം. കാലിക്സിലെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെയും നമ്മൾ സെപ്പൽസ് എന്നാണ് പറയുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാലും നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോവാം, അല്ലേ? അതുപോലെ കൊറോള എന്ന് പറയുന്നത് ഫ്ലവറിൻ്റെ ഈ ഒരു പാർട്ടിനെ നമ്മൾ കൊറോള എന്ന് പറയാം, അല്ലേ?
ഈ ഒരു വേളിനെ നമ്മൾ കൊറോള എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ്. ഇതൊരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ്, ഇത് മറ്റൊരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ്. ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ നമ്മൾ പെറ്റൽ എന്നാണ് പറയാം. ഓക്കെ, കൊറോളയിലെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ നമ്മൾ പെറ്റൽ എന്ന് പറയും. ഇനി ഗൈനീഷ്യം എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഇതാണ് ഗൈനീഷ്യം. ഇതാണ് ഗൈനീഷ്യം. ഇവിടെ എന്താണ്, ഏറ്റവും താഴെയായിട്ട് ഓവറി ഉണ്ട്, ഓവറിൻ്റെ ഉള്ളിൽ ഓവിയോൾ ഉണ്ട്, അതുപോലെ ഫിലമെൻറ്റസ് പാർട്ട് ഉണ്ട്, ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഫിലമെൻറ്റസ് പാർട്ട് ഉണ്ട്, അത് നമ്മൾ സ്റ്റൈല് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ടുള്ള ഒരു ഫ്ലാറ്റൻഡ് പാർട്ട് ഉണ്ട്, അത് നമ്മൾ സ്റ്റിഗ്മ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി, ഇതാണ് ഗൈനീഷ്യത്തിൻ്റെ പാർട്സ്. ഇനി ആൻഡ്രീഷ്യം ഉണ്ട് അല്ലേ. ആൻഡ്രീഷ്യം എന്ന് പറയുമ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്, ആൻഡ്രീഷ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ആൻഡ്രീഷ്യം സ്റ്റേമെൻസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റിനെയും സ്റ്റേമൻ എന്നാണ് പറയുക. സ്റ്റേമനിൽ നമുക്ക് ആരൊക്കെയാണുള്ളത്? സ്റ്റേമനിൽ ഫിലമെൻ്റ് ഉണ്ട്, ഇതാണ് സ്റ്റേമൻ. ഓക്കെ, ഈ ഒരു പാർട്ടാണ് സ്റ്റേമൻ. ഇതിൽ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള പാർട്ട് നമ്മൾ ഫിലമെൻ്റ് എന്ന് പറയും. മുകളിലുള്ള ഈ ഒരു പാർട്ട് നമ്മൾ ആന്തർ എന്ന് പറയും. അപ്പം ആന്തറും ഫിലമെൻറ്റും കൂടിയിട്ടുള്ളതാണ് എന്ത്? സ്റ്റേമൻ. ഒരുപാട് സ്റ്റേമൻസ് കൂടിയ ആ ഒരു വേളിനെയാണ്, ടോട്ടൽ വേളിനെയാണ് നമ്മൾ ആൻഡ്രീഷ്യം എന്ന് പറയുക. അതുപോലെ ഗൈനീഷ്യത്തിലെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ നമ്മൾ പിസ്റ്റിൽ എന്ന് പറയും. അതിലുള്ളത് സ്റ്റൈലുണ്ട്, സ്റ്റിഗ്മ ഉണ്ട്, അതുപോലെ തന്നെ ഓവറി ഉണ്ട്. ഓവറി താഴത്താണ്, സ്റ്റിഗ്മ മുകളിലാണ്, സ്റ്റൈൽ എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള പാർട്ടാണ്. ഓക്കെ, ഇതാണൊരു കംപ്ലീറ്റ് ടിപ്പിക്കൽ ഫ്ലവറിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ, പാർട്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ഒരു ഭാഗത്തെ, അതായത് ഫ്ലവർ നിൽക്കുന്നത്, ഫ്ലവറിനെ നമ്മൾ സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തെ നമ്മൾ എന്താ പറയുക? സ്റ്റോക്ക് ഓഫ് ദി ഫ്ലവർ ഇസ് കാൾഡ് പെഡിസെൽ. പെഡിസെൽ എന്നാണ് അതിന് നമ്മൾ പറയാം. പെഡിസെലിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഈ ഭാഗം സൊള്ളൻ പാർട്ടിനെ നമ്മൾ എന്താ പറയുക? തലാമസ് എന്നാണ് പറയാം. ഓക്കെ, ദ ഫ്ലോറൽ ലീവ്സ് ആർ അറേഞ്ച്ഡ് ഇൻ വേൾസ് ഓൺ ദ സോളൻ എൻഡ് ഓഫ് ദി പെഡിസെൽ കാൾഡ് തലാമസ്. ഈ തലാമസിലാണ് എല്ലാ ഫ്ലോറൽ വേൾസും, അതായത് ഇത് തലാമസ് ആണെങ്കിൽ ഇതിലാണ് എല്ലാ ഫ്ലോറൽ വേൾസും അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇത് ആദ്യത്തെ ഫ്ലോറൽ വേള്, രണ്ടാമത്തേത്, മൂന്നാമത്തേത്, നാലാമത്തേത് അല്ലേ. ഇങ്ങനെ തലാമസിൻ്റെ മുകളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫ്ലോറൽ വേൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലവറിൻ്റെ സ്റ്റോക്കിനെ നമ്മൾ പെഡിസൽ എന്ന് പറയും. സ്റ്റോക്കിൻ്റെ ഏറ്റവും അറ്റത്തുള്ള സോളൻ എൻഡിന് നമ്മൾ തലാമസ് എന്ന് പറയും. അതിലാണ് വേൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കാലിക്സ് ആൻഡ് കൊറോള ആർ ദി ആക്സസറി ഓർ നോൺ എസെൻഷ്യൽ വേൾസ് ഓഫ് എ ഫ്ലവർ. കാലിക്സും കൊറോളയും റീപ്രൊഡക്ഷനിൽ നേരിട്ട് ബന്ധപ്പെടാത്തതുകൊണ്ട്, അതായത് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവുമാണ് റീപ്രൊഡക്ഷനിൽ നേരിട്ട് പങ്കെടുക്കുന്നത്. കാലിക്സിനെയും കൊറോളയെയും നമ്മൾ റീപ്രൊഡക്ഷനിൽ നേരിട്ട് പങ്കെടുക്കാത്തത് കൊണ്ട് ആക്സസറി ഓർ നോൺ എസെൻഷ്യൽ വേൾസ് ഓഫ് എ ഫ്ലവർ എന്നാണ് പറയുക. ഓക്കെ, ആക്സസറി ഓർ നോൺ എസെൻഷ്യൽ വേൾസ് ഓഫ് എ ഫ്ലവർ. അതുപോലെ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവുമാണ് ശരിക്കും റീപ്രൊഡക്ഷനിൽ പങ്കെടുക്കുന്ന വേൾസ്. അതുകൊണ്ട് അവരെ നമ്മൾ എസെൻഷ്യൽ വേൾസ് ഓഫ് എ ഫ്ലവർ എന്നാണ് പറയാം. ഓക്കെ, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് വേൾസ് ഓഫ് എ ഫ്ലവർ. അപ്പോൾ ഫ്ലവറിൻ്റെ രണ്ട് ടൈപ്പ് വേൾസ് ഉണ്ട്. എന്താണ്? നോൺ എസെൻഷ്യൽ വേൾസ് അല്ലെങ്കിൽ എന്താണ്? നോൺ എസെൻഷ്യൽ വേൾസ് അല്ലെങ്കിൽ ആക്സസറി വേൾസ്. അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് വേൾസ് അല്ലെങ്കിൽ എസെൻഷ്യൽ വേൾസ് അല്ലേ. ഇങ്ങനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാലിക്സ് എന്ന് പറയുന്നത് അതിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് നമ്മൾ സെപ്പൽസ് എന്നാണ് പറയുക അല്ലേ. താഴ്ഭാഗത്തുള്ള ഈ ഒരു സംഭവമാണ് സെപ്പൽ അല്ലേ. ഓക്കെ, ഇത് മറ്റൊരു സെപ്പലാണ് അല്ലേ. ഇനി കാലിക്സ് ഈസ് എയ്തർ പോളിസെപ്പാലസ്, സെപ്പൽസ് ആർ ഫ്രീ, അല്ലെങ്കിൽ ഗാമോ സെപ്പാലസ്. പോളിസെപ്പാലസ് എന്ന് പറഞ്ഞാൽ രണ്ട് സെപ്പൽസ് തമ്മിൽ യുനൈറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവരെ നമ്മൾ പോളിസെപ്പാലസ്, അതായത് ഡിഫറൻ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ക്ലിയർ കട്ട് ഡിഫറൻഷിയേഷൻ ഉണ്ട്, സെപ്പൽസ് തമ്മിൽ ക്ലിയർ കട്ട് ഡിഫറൻഷിയേഷൻ ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക? സെപ്പൽസ് ആർ ഫ്രീ ആണെങ്കിൽ പോളിസെപ്പാലസ് എന്നാണ് പറയുക. ഇനി അതല്ല, അവർ ഇങ്ങനെ ക്ലിയർ കട്ട് ഡിഫറൻഷിയേഷൻ ഇല്ല എങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക? ഗാമോ സെപ്പാലസ് എന്നാണ് പറയുക. ഓക്കെ, സെപ്പൽസ് ഫ്യൂസ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ ഗാമോ സെപ്പാലസ് എന്നും, ഫ്രീ ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ, അതായത് ഡിഫറൻഷിയേഷൻ ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ
പോളിസെപ്പാലസ് എന്നുമാണ് പറയാം. അതുപോലെ തന്നെ കൊറോളയെ നമുക്ക് പറയാൻ പറ്റും പോളിപെറ്റലസ് എന്ന് പറഞ്ഞാൽ പെറ്റൽസ് എല്ലാം ഫ്രീ ആണ്, അതായത് ഫ്യൂസ് ചെയ്തിട്ടല്ല കാണപ്പെടുന്നത്, ഫ്രീ ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ പോളിപെറ്റലസ് എന്നാണ് പറയാം. അതുപോലെ യുണൈറ്റഡ് ആയിട്ടാണ്, ഫ്യൂസ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അത് നമ്മൾ ഗ്യാമോ പെറ്റലസ് എന്നാണ് പറയുക. അപ്പോൾ കാലിക്സിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ് സെപ്പൽസ്. ഗ്യാമോ സെപ്പലസ് എന്ന് പറഞ്ഞാൽ സെപ്പൽസ് എല്ലാം യുണൈറ്റഡ് ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് കാണപ്പെടുക. അതുപോലെ പോളിസെപ്പാലസ് എന്ന് പറഞ്ഞാൽ ഓരോ സെപ്പലും വ്യത്യസ്തമായിരിക്കും, അല്ലേ, ഫ്രീ ആയിട്ടായിരിക്കും കാണപ്പെടുക. അതുപോലെ പെറ്റൽസിൻ്റെ കേസിലാണെങ്കിൽ ഫ്രീ ആയിട്ട് കാണപ്പെടുകയാണെങ്കിൽ അത് നമ്മൾ പോളിപെറ്റാലസ് എന്ന് പറയും. അതുപോലെ തന്നെ യുണൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഫ്യൂസ് ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ ഗ്യാമോ പെറ്റാലസ് എന്നും പറയും. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടിപ്പിക്കൽ ഫ്ലവർ ആണ്, അല്ലേ, അതായത് സാധാരണ ഫ്ലവറിൽ സെപ്പൽസും പെറ്റൽസും വേറെ വേറെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ചില ഫ്ലവേഴ്സിൽ ഇവർ തമ്മിൽ ഡിഫറൻഷിയേഷൻ ഉണ്ടാവില്ല, ഇവർ രണ്ടും ഫ്യൂസ് ചെയ്തിട്ട് ഒറ്റൊന്നായിട്ടാണ് കാണപ്പെടുക, ഒറ്റ വേള ഉണ്ടാവുള്ളൂ, രണ്ട് വേള ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ പെരിയാന്ത് എന്നാണ് പറയുക. പെരിയാന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്പൽസും അതുപോലെ തന്നെ പെറ്റൽസും അല്ലെങ്കിൽ കാലിക്സും കൊറോളയും രണ്ടും കൂടി ഫ്യൂസ് ചെയ്തിട്ട് ഒറ്റൊരു വേളായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അതിന് നമ്മൾ പെരിയാന്ത് എന്നാണ് പറയുക. ഇവിടെ നമ്മൾ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്, അല്ലേ, കൊറോളയും അതുപോലെ തന്നെ കാലിക്സും തമ്മിൽ വ്യത്യാസമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്, അല്ലേ. അത്തരം ഫ്ലവേഴ്സിലെ ആ ഒരു ഇൻഡിവിജ്വൽ വേളിനെ നമ്മൾ പെരിയാന്ത് എന്നാണ് വിളിക്കുന്നത്. സെപ്പൽസ് ആൻഡ് പെറ്റൽസ് ആർ നോട്ട് ക്ലിയർലി ഡിഫറൻഷിയേറ്റഡ് ഫ്രം ഈച്ച് അതർ. ഓക്കെ, അതിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ നമ്മളിപ്പോൾ കാലിക്സിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ സെപ്പൽ എന്ന് വിളിച്ചതുപോലെ, അതുപോലെ തന്നെ കൊറോളയിലെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പെറ്റൽ എന്ന് വിളിച്ചതുപോലെ, നമ്മൾ പെരിയാന്തിലെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ ഒന്നുകിൽ ടെപ്പൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ പെരിയാന്ത് ലീഫ് എന്നാണ് വിളിക്കുക. പെരിയാന്ത് ലീഫ്. ഓക്കെ, പെരിയാന്തിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ പെരിയാന്ത് ലീഫ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ടെപ്പൽ എന്ന് വിളിക്കും. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫ്യൂസ്ഡ് കണ്ടീഷനും ആവാം, അതുപോലെ ഫ്രീ ആയിട്ടുള്ള കണ്ടീഷനും ആവാം, അല്ലേ. ടെപ്പൽസിലെ ഈ ടെപ്പൽസ് അല്ലെങ്കിൽ പെരിയാന്തിലെ പെരിയാന്ത് ലീവ്സ് ഒന്നുകിൽ ഒരുമിച്ച് യുണൈറ്റഡ് ആയിട്ട് ഒറ്റൊന്നായിട്ട് കാണാം, അതല്ലെങ്കിൽ ഓരോന്നും വേറെ വേറെ കാണാം, അല്ലേ. ഇങ്ങനെ ഒരുമിച്ച് ഒറ്റൊന്നായിട്ടാണ് കാണണമെങ്കിൽ അതിന് നമ്മൾ ഗ്യാമോ ഫില്ലസ് എന്നാണ് പറയുക. എന്താ പറയുക? ഗ്യാമോ ഫില്ലസ്. ഇനി വേറെ വേറെ ആണെങ്കിൽ, ടെപ്പൽസ് വേറെ വേറെ ആണെങ്കിൽ, അല്ലെങ്കിൽ പെരിയാന്ത് ലീവ്സ് സെപ്പറേറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ നമ്മൾ പോളിഫില്ലസ് കണ്ടീഷൻ എന്നാണ് പറയുക. ഓക്കെ, പോളിഫില്ലസ് ആൻഡ് ഗ്യാമോ ഫില്ലസ്, ഗ്യാമോ സെപ്പലസ് ആൻഡ് പോളിസെപ്പലസ്, ഗ്യാമോ പെറ്റലസ് ആൻഡ് പോളിപെറ്റലസ്, ഗ്യാമോ ഫില്ലസ് ആൻഡ് പോളിഫില്ലസ്. റെഡി? ഓക്കെ, ഇനി അടുത്ത വേളാണ് ആൻഡ്രീഷ്യം. റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ എസെൻഷ്യൽ വേളിൽപ്പെട്ട വേളാണ് എന്ത്? ആൻഡ്രീഷ്യം, അല്ലേ. ആൻഡ്രീഷ്യം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് വേള്. ആൻഡ്രീഷ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് വേളും അതുപോലെ ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് വേളുമാണ്, അല്ലേ. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് വൺ ഓർ മോർ സ്റ്റേമൻസ്. സ്റ്റേമൻസ് ആണ് ഇതിൽ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. നമ്മൾ നേരത്തെ കാലിക്സിൽ കൊറോളയിൽ എന്താണ്? പെറ്റൽസ് ആണ്, അതുപോലെ കാലിക്സിൽ സെപ്പൽസ് ആണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആൻഡ്രീഷ്യത്തിൽ ആരാണ്? സ്റ്റേമൻസ് ആണ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. ഇഫ് ദ സ്റ്റേമൻ ഇസ് സ്റ്റെറൈൽ ആൻഡ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് പോളൻ ഗ്രെയിൻസ് ഇറ്റ് ഈസ് കാൾഡ് എ സ്റ്റാമിനോഡ്. അതായത് സ്റ്റേമൻസ് സ്റ്റെറൈലാണ്, ഫെർട്ടൈൽ അല്ല, അതിന് റീപ്രൊഡക്ഷൻ നടത്താനുള്ള കഴിവില്ല എങ്കിൽ, പോളൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല എങ്കിൽ അത്തരം സ്റ്റേമൻസ് നമ്മൾ സ്റ്റേമിനോഡ് എന്നാണ് പറയാം. ഓക്കെ, സ്റ്റേമിനോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാത്ത, റീപ്രൊഡക്ഷൻ നടത്താൻ കഴിവില്ലാത്ത സ്റ്റേമനാണ് നമ്മൾ സ്റ്റാമിനോഡ് എന്ന് പറയുക, അല്ലെങ്കിൽ സ്റ്റെറൈൽ ആയിട്ടുള്ള സ്റ്റേമനാണ് സ്റ്റേമിനോഡ്. ഓക്കെ, ഇഫ് ദി സ്റ്റേമൻസ് ആർ അറ്റാച്ച്ഡ് ടു ദി പെറ്റൽസ് ദേ ആർ ഡിസ്ക്രൈബ്ഡ് ആസ് എപ്പിപെറ്റലസ്. പെറ്റല്, കൊറോളയിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയിട്ടുള്ള പെറ്റലുമായിട്ട് സ്റ്റേമൻസ് ഫ്യൂസ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അത് നമ്മൾ എപ്പിപെറ്റാലസ് കണ്ടീഷൻ എന്നാണ് പറയുക. എപ്പിപെറ്റാലസ്. ഓക്കെ, ഇപ്പോൾ എപ്പിപെറ്റാലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേമൻസ് നമ്മുടെ കൊറോളയിലെ പെറ്റൽസുമായിട്ട് യോജിച്ചിട്ട് അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കാണപ്പെടുന്ന കണ്ടീഷനാണ് എപ്പിപെറ്റാലസ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ കൊറോളയും കാലിക്സും വ്യത്യസ്തമായിട്ടുള്ള ഫ്ലവേഴ്സിലാണെങ്കിലാണ് നമ്മൾ പറഞ്ഞത് എപ്പിപെറ്റാലസ് എന്ന് പറയുന്നത്, അല്ലേ. ഇനി പെരിയാന്തുള്ള പിന്നെ ഫ്ലവേഴ്സിലാണെങ്കിലോ, പെരിയാന്ത് എന്ന് പറയുമ്പോൾ കാലിക്സും കൊറോളയും ഒരുമിച്ച് കാണപ്പെടുന്ന ഫ്ലവേഴ്സിനെയാണ്, അതിലെ വേളിനെയാണ് നമ്മൾ പെരിയാന്ത് എന്ന് പറയാം, അല്ലേ. അപ്പോൾ പെരിയാന്തുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ്
നമ്മുടെ സ്റ്റേമൻ കാണപ്പെടുന്നതെങ്കിൽ അതിനെ നമ്മൾ എപ്പിഫില്ലസ് എന്നാണ് പറയുക. എന്താ പറയുക? എപ്പിഫില്ലസ്. ഓക്കെ. ഇനി നേരത്തെ നമ്മൾ പോളിപെറ്റലസ് പോളിസെപ്പലസ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് പോളി ആൻഡ്രസ് എന്ന് പറയാം. എപ്പോൾ? സ്റ്റേമൻസ് എല്ലാവരും ഫ്രീ ആണെങ്കിൽ. സ്റ്റേമൻസ് എല്ലാവരും ഫ്രീ ആണ്, ഫ്യൂസ് ചെയ്തിട്ടല്ല കാണപ്പെടുന്നത്, ഓരോ സ്റ്റേമൻസും വേറെ വേറെയാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ നമുക്ക് പോളി ആൻഡ്രസ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഈ ടേംസ് ഒക്കെ ഇപ്പോൾ ഫില്ലസ് എന്ന് പറയുന്ന ടേംസ് പെരിയാന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ആൻഡ്രസ് ആൻഡ്രീഷ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. ഇങ്ങനെ ഓരോ ടേമിനും ഓരോ മീനിങ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നാണ് അർത്ഥം. ഓക്കെ. പോളി എന്ന് പറഞ്ഞാൽ എന്താണ്? മെനി എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് പോളി ആൻഡ്രസ് എന്ന് നമ്മൾ പറയുന്നത്. എനിവേ അതാണ് സ്റ്റേമൻസ് അല്ലേ. ഇനി ആൻഡ്രീഷ്യത്തിലുള്ള സ്റ്റേമൻസിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് സ്റ്റേമൻ്റെ സ്ട്രക്ചർ അല്ലേ. ഈ ലോങ് ആയിട്ടുള്ള സ്ലെൻഡർ ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഫിലമെൻ്റസ് പാർട്ടിനെ, ഈ ഒരു പാർട്ടിനെ നമ്മൾ ഫിലമെൻ്റ് എന്നാണ് പറയാം അല്ലേ. ലോങ് പാർട്ടിനെ ഫിലമെൻ്റ് എന്നാണ് പറയാം. ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു പാർട്ടാണ് എന്ത്? ആന്തർ അല്ലേ, ആന്തർ. അപ്പോൾ സ്റ്റേമൻ്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് പാർട്ട് എന്ന് പറയുന്നത് ഫിലമെൻ്റ് ഉണ്ട്, അതുപോലെ ആന്തറും ഉണ്ട് അല്ലേ. ആന്തർ ഇസ് ബൈ ലോബ്ഡ് ആൻഡ് ഈച്ച് ലോബ് എൻക്ലോസസ് ടു മൈക്രോസ്പൊറാഞ്ചിയ. ആന്തറിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ആന്തറിൻ്റെ സ്ട്രക്ചർ. ഒരു ആന്തറിൽ 2 ലോബ്സ് ഉണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ ഓരോ ലോബിൻ്റെ ഉള്ളിലും 2 മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ടാവും. ഇതാണ് ഒരു ആന്തറിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ആന്തർ ബൈലോബ്ഡ് ആണ്, 2 ലോബാണുള്ളത്. ഓരോ ലോബിൻ്റെ ഉള്ളിലും 2 മൈക്രോസ്പൊറാഞ്ചിയ വീതമുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 4 മൈക്രോസ്പൊറാഞ്ചിയ ഒരു ആന്തറിൻ്റെ ഉള്ളിലുണ്ടാവും അല്ലേ. പോളൻ ഗ്രെയിൻസ് ആർ ഫോംഡ് ഇൻ ഈച്ച് ഓഫ് ദി മൈക്രോസ്പൊറാഞ്ചിയ. ഈ ഓരോ മൈക്രോസ്പൊറാഞ്ചിയയുടെയും ഉള്ളിലാണ് ആര് ഫോം ചെയ്യുക? പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുക. ഓക്കെ. വേണമെങ്കിൽ നമുക്കിതിനെ 4 മൈക്രോസ്പൊറാഞ്ചിയം ഉള്ളത് കൊണ്ട് തന്നെ ടെട്രാസ്പൊറാഞ്ചിയേറ്റ് എന്ന് വിളിക്കാം. ടെട്രാസ്പൊറാഞ്ചിയേറ്റ്. ഓക്കെ. ടെട്രാസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആന്തറിൻ്റെ ഉള്ളിൽ എത്ര മൈക്രോസ്പൊറാഞ്ചിയമാണ് ഉണ്ടാവുക? 4 മൈക്രോസ്പൊറാഞ്ചിയം അല്ലേ. ഓക്കെ. അപ്പം അതാണ് ആൻഡ്രീഷ്യം. ഇവിടെ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ലോങ് ആയിട്ടുള്ള പാർട്ട് തന്നെയാണ് നമ്മൾ ഫിലമെൻ്റ് എന്ന് പറയാം. അതുപോലെ മുകളിലുള്ള ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ ആന്തർ എന്ന് പറയാം അല്ലേ. ആന്തറിൻ്റെ ഉള്ളിൽ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. പോളൻ ഗ്രെയിൻസിൻ്റെ ഉള്ളിലാണ് ആരുണ്ടാവുക? മെയിൽ ഗമീറ്റ്സ് ഉണ്ടാവുക. ഓക്കെ. ഇനി അടുത്ത വേളാണ് ഏത്? ഗൈനീഷ്യം അല്ലേ. ഗൈനീഷ്യത്തിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? ഗൈനീഷ്യത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ലെക്ചറിൽ പഠിക്കുന്നുണ്ട്. ഗൈനീഷ്യത്തിൽ പിസ്റ്റിൽസ് ആണ് ഉണ്ടാവുക. നമ്മൾ നേരത്തെ കണ്ടതുപോലെ സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവർ എന്ന് പറയുന്ന 3 പാർട്സ് ആണ് ഗൈനീഷ്യത്തിൽ ഉണ്ടാവുക അല്ലേ. ഇനി നമ്മൾ ആന്തറിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഓക്കെ. എന്തിനാണ് ആന്തറിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്? ആന്തറിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് പോളൻ ഗ്രെയിൻസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ മെയിൽ ഗമേറ്റ്സ് അല്ലെങ്കിൽ മൈക്രോസ്പോർസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെ കാണാനാണ് നമ്മൾ ആന്തറിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഓക്കെ. സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയ. നമ്മൾ എന്താ പറയുക, മൈക്രോസ്പോർ മദർ സെൽ എന്ന് പറയുന്ന സെല്ലിൽ നിന്നാണ് ശരിക്കും മൈക്രോസ്പോർ ഉണ്ടാകുന്നത്. മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്നും മൈക്രോസ്പോർ ഉണ്ടായി വരുന്ന പ്രോസസ്സ് നമ്മൾ മൈക്രോസ്പോറോജെനസിസ് എന്നാണ് പറയുക. അതുപോലെ മൈക്രോസ്പോർ കണ്ടെയ്ൻ ചെയ്യുന്ന സ്പൊറാഞ്ചിയ ആയതുകൊണ്ടാണ് നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്. ഓക്കെ. ഡെവലപ്മെൻറ്റ് ഓഫ് മൈക്രോസ്പൊറാഞ്ചിയ ഇൻ ആൻജിയോസ്പേംസ് ഈസ് യൂസ്പൊറാഞ്ചിയേറ്റ്. യൂസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രം മെനി സെൽസ്, ഒരുപാട് സെൽസിൽ നിന്നാണ് നമ്മുടെ മൈക്രോസ്പൊറാഞ്ചിയം ആൻജിയോസ്പേംസിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ചില പ്ലാന്റ്സിൽ ആൻജിയോസ്പേംസ് അല്ലാത്ത മറ്റു ഫേൺസ് പോലത്തെ ഫ്ലവേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ പ്ലാന്റ്സിൽ ഒറ്റൊരു സെല്ലിൽ നിന്നും മൈക്രോസ്പൊറാഞ്ചിയം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അത്തരം കണ്ടീഷൻ നമ്മൾ ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് എന്നാണ് പറയുക. ഓക്കെ. ഇവിടെ നമ്മൾ ആൻജിയോസ്പേംസിൻ്റെ കേസിൽ യൂസ്പൊറാഞ്ചിയേറ്റ് എന്നാണ് പറയുന്നത്. യൂസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഒരു സെല്ലിൽ നിന്നാണ് മൈക്രോസ്പൊറാഞ്ചിയ ഡെവലപ്പ് ചെയ്ത് വരുന്നത് അല്ലേ. ഓക്കെ. ഞാനിവിടെ ആന്തറിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ വരയ്ക്കുകയാണ്. ഓക്കെ. ആന്തറിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ വരയ്ക്കുകയാണ്. ഇവിടെ 4 എന്താണ്
മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട് അല്ലേ. ഇനി നമ്മൾ ഒരു ആന്തർ പ്രൈമോഡിയത്തെ എടുക്കുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ മെച്ചേർഡായി വരുന്ന ഏറ്റവും എന്താ പറയുക ഇളം സ്റ്റേറ്റിലുള്ള ഒരു ആന്തറിൻ്റെ പ്രൈമോഡിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ സെല്ലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എപ്പിഡെർമൽ സെൽസ് എന്നും ഹൈപ്പോഡെർമൽ സെൽസ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും പുറത്തുള്ള ഈ ഒരു സെൽസിനെ നമ്മൾ എപ്പിഡെർമൽ സെൽസ് എന്നാണ് പറയുക. എന്താ പറയുക? എപ്പിഡെർമൽ സെൽസ്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള സെൽസിനെ നമ്മൾ ഹൈപ്പോഡെർമൽ സെൽസ് എന്നാണ് പറയുക. സാധാരണ നമ്മൾ ഏറ്റവും പുറമേ കാണപ്പെടുന്ന സെൽസിനെ എപ്പിഡെർമൽ സെൽസ് എന്നാണല്ലോ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഹൈപ്പോഡെർമൽ സെൽസിലുള്ള ചില സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആർക്കിസ്പോറിയൽ സെൽസ് എന്ന് പറയുന്ന സെൽസ് ഉണ്ടാകും. ഓക്കെ, ഇതിൽ നിന്നും ചിലത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആർക്കിസ്പോറിയൽ സെല്ലായി മാറും. ഓക്കെ, ഈ ആർക്കിസ്പോറിയൽ സെൽസ് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാവും. ഏതൊക്കെ സെൽസാണ്? ഔട്ടർ പറൈറ്റൽ സെൽസും അതുപോലെ ഇന്നർ സ്പോറോജീനസ് സെൽസും. ഞാനതൊന്ന് വരച്ച് കാണിക്കാം. അതായത് ആർക്കിസ്പോറിയൽ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോഡെർമൽ സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്ന സെൽസ് ആണെന്ത്? ആർക്കിസ്പോറിയൽ സെൽസ് അല്ലേ. ആർക്കിസ്പോറിയൽ സെൽസിൻ്റെ പെരിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാവും. ഔട്ടർ പറൈറ്റൽ സെൽസും അതുപോലെ ഇന്നർ സ്പോറോജീനസ് സെൽസും. ആർക്കിസ്പോറിയൽ സെല്ലിൽ പെരിക്ലൈനൽ ഡിവിഷൻ നടക്കും എന്ന് പറഞ്ഞു അല്ലേ. എന്താണ് പെരിക്ലൈനൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ? പെരിക്ലൈനൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് ഈ രൂപത്തിൽ ഡിവൈഡ് ചെയ്യണതിനാണ് നമ്മൾ പെരിക്ലൈനൽ ഡിവിഷൻ എന്ന് പറയാം. അതായത് ഇതൊരു സർക്കിളായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ, ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പെരിക്ലൈനൽ ഡിവിഷൻ എന്ന് പറയുക. അതായത് എലോങ് റേഡിയസ് ആണ് ഇവിടെ ഗ്രോത്ത് ഉണ്ടാവുക അല്ലേ. ഇനി ഇതിൽ ഡിവിഷൻ നടന്നിട്ട് ഇങ്ങോട്ട് ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ ഇവിടെ ഇങ്ങോട്ട് സെൽസ് ഉണ്ടാവും. വീണ്ടും ഡിവിഷൻ നടന്നാൽ ഇങ്ങോട്ട് ഉണ്ടാവും. അതുപോലെ പുറത്തേക്കും ഉണ്ടാവും അല്ലേ. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പെരിക്ലൈനൽ ഡിവിഷൻ എന്ന് പറയാം. ഇനി ആൻറ്റി ക്ലൈനൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഒരു സെല്ലാണെങ്കിൽ ഇത് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഈ സെല്ല് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് സർക്കുംഫറൻസിനെ എലോങ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് നമ്മൾ ആൻറ്റി ക്ലൈനൽ ഡിവിഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആൻറ്റി ക്ലൈനൽ ഡിവിഷൻ നടക്കുകയാണെങ്കിൽ സർക്കുംഫറൻസ് ആണ് കൂടുക. അതേസമയത്ത് പെരിക്ലൈനൽ ഡിവിഷൻ ആണ് നടക്കുകയെങ്കിൽ റേഡിയസിന് എലോങ് ആയിട്ടാണ് സെൽസ് ആഡ് ചെയ്യപ്പെടുക. ഓക്കെ, ഏതായിരുന്നാലും ഇവിടെ ആർക്കിസ്പോറിയൽ സെല്ലിൽ എന്താണ് നടക്കുക? ആർക്കിസ്പോറിയൽ സെല്ലിൽ പെരിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാവും. ഇതൊരു ആർക്കിസ്പോറിയൽ സെല്ലാണെങ്കിൽ ഇതിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ ഉണ്ടാകുന്ന സെല്ലിനെ, പുറമേ ഉണ്ടാകുന്ന ഏറ്റവും പുറം ഭാഗത്തുണ്ടാകുന്ന സെല്ലിനെ പറൈറ്റൽ സെൽസ് എന്ന് നമ്മൾ പറയും. അതുപോലെ ഉള്ളിലേക്ക് ഉണ്ടാകുന്ന സെൽ ലെയേഴ്സ് നമ്മൾ സ്പോറോജീനസ് സെൽസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ, ആന്തറിൻ്റെ ഉള്ളിൽ, മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണ്? ഹൈപ്പോഡെർമൽ സെൽസ് ഉണ്ടായിരുന്നു. ആന്തർ പ്രൈമോഡിയത്തിൻ്റെ ഉള്ളിൽ ഹൈപ്പോഡെർമൽ സെൽസ് ഉണ്ടായിരുന്നു. ആ ഹൈപ്പോഡെർമൽ സെൽസ് പെരിക്ലൈനൽ ഡിവിഷൻ നടത്തിയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാക്കി. പുറത്തുള്ള സെൽസിനെ നമ്മൾ എന്താ പറഞ്ഞത്? പറൈറ്റൽ സെൽസ് എന്ന് വിളിച്ചു. അതുപോലെ തന്നെ ഉള്ളിലുള്ള സെൽസിനെ നമ്മൾ സ്പോറോജീനസ് സെൽസ് എന്ന് വിളിച്ചു അല്ലേ. സ്പോറോജീനസ് സെൽസ് എന്ന് വിളിച്ചു. റെഡി? ഇനി അത് ഒന്നുകൂടി നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ രൂപത്തിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ആർക്കിസ്പോറിയൽ സെല്ലിൻ്റെ ഡിവിഷൻ നടന്നപ്പോൾ പറൈറ്റൽ സെൽസ് ഉണ്ടായി. ഇതാണ് ആർക്കിസ്പോറിയൽ സെല്ല്. പുറത്തുള്ളതാണ് എന്ത്? പറൈറ്റൽ സെല്ല്. ഉള്ളിലുള്ളതാണ് സ്പോറോജീനസ് സെല്ല് അല്ലേ. ഇനി ഈ പറൈറ്റൽ സെല്ല് എന്തായിട്ടാണ് മാറുന്നത്? ഇത് പുറത്തേക്കല്ലേ ഉള്ളത്. ഇതാണ് ശരിക്കും ആന്തറിൻ്റെ വാൾ ലെയേഴ്സ് ആയിട്ട് മാറുന്നത്. ആന്തറിൻ്റെ വാളിൽ 4 ലെയേഴ്സാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് നമ്മൾ ഏറ്റവും പുറമേ കണ്ട എപ്പിഡെർമിസ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ എൻഡോതീഷ്യം എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. നമുക്കത് കാണാം. ഈ ലെക്ചറിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എൻഡോതീഷ്യം എന്ന് പറയുന്ന ലെയർ ഉണ്ട്. ദെൻ അതിൻ്റെ ഉള്ളിൽ മിഡിൽ ലെയേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2-3 ലെയർ ഓഫ് സെൽസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ടപ്പീറ്റൽ സെൽസ് എന്ന് പറയുന്ന ഒരു ലെയർ ഓഫ് സെൽസ് ഉണ്ട്. ഇങ്ങനെ 4 വാൾ ലെയേഴ്സാണ് ആന്തറിൽ ഉണ്ടാവുക. ഓക്കെ, ഈ 4 വാൾ ലെയേഴ്സും ഉണ്ടാവുന്നത് ഏത് സെല്ലിൽ നിന്നാണ്? പെരിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ടുണ്ടായിട്ടുള്ള ഔട്ടർ പറൈറ്റൽ സെല്ലിൽ നിന്നുമാണ് ഈ 4 വാൾ ലെയേഴ്സും ഉണ്ടാവുന്നത്. ഇനി ഇന്നർ ആയിട്ടുള്ള ഈ ഒരു സെല്ല് അല്ലേ,
ഡിവിഷൻ നടന്നപ്പോൾ ഇന്നർ ആയിട്ടുള്ള ഈ ഒരു സെല്ല്, ഇതിൽ നിന്നാണ് സ്പോറോജീനസ് സെൽസ് ഉണ്ടാവുക. സ്പോറോജീനസ് സെൽസ്. ഈ അല്ലെങ്കിൽ ഇതിന് നമുക്ക് ഒരുപാട് സെൽസ് ഉള്ളതുകൊണ്ട് സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറയാം. ഈ സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്നുമാണ് മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടാവുന്നത്. എന്താണ് മൈക്രോസ്പോർ മദർ സെൽ എന്ന് പറഞ്ഞാൽ? ആ പേരിൽ തന്നെ ഉണ്ട്, മൈക്രോസ്പോറിന്റെ മദറാണ് അല്ലേ. അതായത് മൈക്രോസ്പോറിനെ ഉണ്ടാക്കുന്നത് ഈ സെൽസ് ആണ്. മൈക്രോസ്പോർസ് ആണ് നമ്മളെ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോസ്പോർസിന് ഉണ്ടാക്കുന്നത് ആരാണ്? നമ്മുടെ മൈക്രോസ്പോർ മദർ സെല്ലാണ്. ഈ മൈക്രോസ്പോർ മദർ സെല്ല് വരുന്നത് എവിടെ നിന്നാണ്? സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടാവുക അല്ലേ. സ്പോറോജീനസ് ടിഷ്യൂ എവിടെ നിന്നാണ് ഉണ്ടായത്? നമ്മൾ ആർക്കിസ്പോറിയൽ സെൽസിന്റെ പെരിക്ലൈനൽ ഡിവിഷൻ നടന്നപ്പം ഇന്നർ ആയിട്ടുള്ള ഉള്ളിലുള്ള സെല്ലിൽ നിന്നുമാണ് സ്പോറോജീനസ് ടിഷ്യൂ ഉണ്ടായത്. ആർക്കിസ്പോറിയൽ സെൽ എവിടെ നിന്നാണ് ഉണ്ടായത്? ഹൈപ്പോഡെർമൽ സെൽസിൽ നിന്നുമാണ് ആർക്കിസ്പോറിയൽ സെൽസ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? റെഡി.